ഹായ് ഗൈസ്, റോയൽ നെമിസിസ് ഡ്രാമയുടെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണിത്. ഇനി ആകെ ഒരു എപ്പിസോഡും കൂടി ബാക്കിയുള്ളൂ. സോ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ഡ്രാമയിലേക്ക് പോവാം. അവളെ പിടിച്ചു വലിച്ചു മാറ്റിയിട്ട് വീണ്ടും തകർക്കണം. ഗ്യാങ്സ്റ്റർ ടീമിന് അതായിരുന്നു ഉദ്ദേശം. പക്ഷെ സീക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഇടപെട്ടു. ഹൈ സ്പീഡിലാണ് അവിടെ എത്തിയത്. എതിർക്കാൻ വരുന്നവരെ ഒക്കെ തന്നെ നേരിട്ടു. നേരെ ചെല്ലുന്നത് നമ്മുടെ സിയോയുടെ അടുത്തേക്കാണ്. പിന്നെ അസിസ്റ്റന്റ് ആണെങ്കിൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ അവരും വന്നു. ആ ഒരു പ്രശ്നം തന്നെ സോൾവ് ആക്കി. ഇവിടെ ഇത്രയധികം കാര്യങ്ങൾ നടന്നതിന്റെ ആ ഒരു ടെൻഷനിലായിരിക്കണം. ഡെൻസിം ആണെങ്കിൽ സഡൻ ഷോക്കിൽ മയങ്ങി വീണു. ഇപ്പോഴാണ് ആ പുഴയിൽ വെച്ച് നടന്ന ആക്സിഡന്റിൽ സിയോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴാണ് കാണിക്കുന്നത്. ശ്വാസം കിട്ടാതെ പെടഞ്ഞു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു പോയിന്റിൽ വെച്ച് പാസ്റ്റിലെ ഡെൻസിമിന്റെ ആത്മാവ്, ആ ഒരു സോള് അവിടെ ഉണ്ടായിരുന്നു. സിയോരിയെ പാസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെയും ഏകദേശം ഇതേ സെയിം ഇൻസിഡന്റ് നടന്ന പോലെ പുഴയിൽ ചാടിയ ഡെൻസിമിന്റെ ബോഡിയിലേക്ക് സിയോരിയുടെ ആത്മാവാണ് എത്തിച്ചേർന്നത്. അവളാണ് കണ്ണുമിഴിച്ചത്. ടൈം ട്രാവൽ നടക്കുന്നത് ചെറിയ ഏജിലേക്കാണ്. ആ ഒരു ഓർമ്മകൾ ഇപ്പൊ ഓരോന്നായിട്ട് തെളിഞ്ഞു വന്നു തുടങ്ങി. ഞാനിത് എവിടെയാ? പഴയ ആൾക്കാരെ പോലെയാണ് എല്ലാവരും ഡ്രസ് ചെയ്തിരിക്കുന്നത്. അവൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ അവളെ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി കിട്ടിയതാണെങ്കിൽ വളരെ ക്രൂര മനസ്സുള്ള ഒരു ഫാമിലിയിലേക്കും ഒരുപാട് കുറ്റപ്പെടുത്തി. സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത ഒരു പൊട്ടി പെണ്ണാണ്. ഇവളെ നമുക്ക് വിൽക്കാം. നാളെ തന്നെ അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ നടത്തണം. അതിനുവേണ്ടി പോകുന്ന വഴിയാണ് ഈ ഡെൻസിമിന്റെ ബോഡിയിലുള്ള സിയോരി ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതാണെങ്കിൽ നടന്നുമില്ല. എല്ലാവരും കൂടെ പിടിച്ചു വലിച്ച് അവളൊരു ഇരുട്ട് മുറിയിലാണ് അടച്ചിട്ടത്. അതുപോലത്തെ സിറ്റുവേഷൻസ് ഒരുപാട് അവൾക്കടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അവൾ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ പ്രിൻസ് ആയിട്ടുള്ള ഇഷ്ടത്തിന് ശേഷം അവളൊരു ക്യൂനായിട്ട് മാറിയപ്പോ പോലും അവിടെയും ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിരുന്നു മാനസികമായി. അങ്ങനെ അവളുടെ പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും സീഗിയായിട്ട് അവള് ഷെയർ ആക്കുവാണ്. അവൻ സ്വപ്നം കാണാറുള്ള ആ വേൾഡിലെ കഥ അവൻ അറിയുവാണ്. പിന്നെ ഈ ഒരു വേൾഡിൽ ഫസ്റ്റ് ടൈം കുറച്ച് ആശ്വാസം കിട്ടിയ വ്യക്തിയാണ് നീയും എന്റെ ഗ്രാൻഡ്മയും. അതോടെ കേൾക്കുമ്പോ സീഗിയാണെങ്കിൽ അവളെ ചേർത്ത് നിർത്തും. എന്നിട്ടൊരു ഹഗ് എല്ലാം കൊടുത്ത്, നീ എവിടെയും പോണ്ട, നിന്നെ ഞാൻ എവിടെയും പോവാൻ സമ്മതിക്കില്ല, എനിക്ക് വേണം നിന്നെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അവരുടെ ലവ് അത് ഇപ്പോഴും സിൻസിയർ ആണ്. കട്ട് ചെയ്ത നൈറ്റ് ഗ്രാൻഡ്മയുടെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ഇപ്പൊ ആരെ കണ്ടാലും തിരിച്ചറിയ പോലും ഇല്ല. ഡെൻസിമിനാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോ ഭയങ്കര സങ്കടവും. സീഗയുടെ കൂടെ നിന്ന് ചതിച്ചൊരു സ്പൈ ഉണ്ടായിരുന്നില്ലേ ജങ്, ആളുടെ ഇന്റൻഷൻ ഒക്കെ ഗ്രാൻഡ്പ മനസ്സിലാക്കി. എന്തോ ഡൗട്ട് പോലെ വന്ന ആളോട് ഈ സംശയങ്ങളെല്ലാം പറയുമ്പോ ആളാണെങ്കിൽ ആളുടെ ഭാഗത്ത് തെറ്റില്ലാത്തതുപോലെയാണ് ഗ്രാൻഡ്പയുടെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നെ സീഗയെ വിളിച്ചപ്പോ തന്നെ സിയോയുടെ റെസ്റ്റോറന്റ് ഷോപ്പ് പൊളിക്കുന്നത് തടയാൻ പോലീസ് എത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അവര് തമ്മിലൊരു ഡീൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ. പിന്നെ ഷമാൻ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. 12ാമത്തെ വയസ്സിൽ തന്നെ സിയോയുടെ ആ ഒരു ആത്മാവ് ജോസൻ കാലഘട്ടത്തിലേക്ക് എത്തിച്ചു ചേർന്നായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ മോചനം കിട്ടി. ആ സോള് വീണ്ടും തിരിച്ചെത്തി ഫ്യൂച്ചറിലേക്ക്. ഇങ്ങനെ ഒരു കേസ് എന്റെ ജീവിതത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് റെയർ ഇൻസിഡന്റ് പോലെയുണ്ട്. പിന്നെ സിയോരി അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ. അതിൽ ഈ ഒരു സീൻ, കൊട്ടാരത്തിലുള്ളവരെല്ലാം വിഷം കൊടുക്കുന്ന സീൻ, അത് ഇവളേക്കാൾ നന്നായിട്ട് ഇപ്പൊ ആര് പെർഫോം ചെയ്യാനാ? എല്ലാവരും അവളുടെ കഴിവില്, ആക്ടിങ് സ്കിൽസില് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ അവളുടെ വളർച്ചയിൽ സന്തോഷിക്കാതെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു വ്യക്തി ഇവള് മാത്രാണ്. മിസ്റ്റർ ഡോയ്ക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇവൻ കൊന്നു തള്ളിയ നേഴ്സില്ലേ, അതിന്റെ റിലേറ്റീവ് ആരോ ഒരു ഗേള് അത് അന്വേഷിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ കുറ്റം ചാർത്തപ്പെട്ട സീഗിയൻ അന്വേഷിച്ചു പോവാതെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഡോയിൻ ടെൻസ്ഡ് ആയിട്ട്. അപ്പൊ അവളുടെ കയ്യിൽ എന്തോ ഒരു എവിഡൻസ് ഉണ്ട്. അവൾക്ക് എന്തോ സത്യങ്ങളെല്ലാം അറിയാവുന്നത് പോലെ. അവൾ വന്നുപോയി 2 ദിവസം കഴിഞ്ഞില്ല. അപ്പോഴേക്ക് പോലീസും വരുവാണ് മിസ്റ്റർ ഡോയിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ, സെയിം കേസിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിട്ട്. അവൾ സമ്മതിക്കോ? ഫോർമലായിട്ട് എന്നെ മുൻകൂട്ടി അറിയിക്കണം, ഇല്ലാതെ ഞാൻ വരില്ല എന്ന് തീർത്ത് പറഞ്ഞു. പോലീസിനെ തന്നെ മിരട്ടാൻ നോക്കുകയാണ്. ഇതെല്ലാം തന്നെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, സീഗയുടെ അസിസ്റ്റന്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ആളിപ്പോ കുറച്ചു നാളായിട്ട് ഈ ഒരു കേസിന്റെ പിന്നാലെ തന്നെയാണ്. മിസ്റ്റർ ഡോ എന്തൊക്കെ ചെയ്യുന്നു, സീഗയ്ക്കെതിരായിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അവൻ നോക്കുമ്പോ ചില ഓൺലൈൻ മീഡിയാസ് ഒക്കെ മിസ്റ്റർ ഡോയും ആ നഴ്സിന്റെ മർഡറും തമ്മിലുള്ള കണക്ഷൻ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നൈറ്റ് സിയോറിയുടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ആ ഡ്രാമയുടെ സെക്കൻഡ് ഫിനാലെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിന്റെ ഒരു പാർട്ടി ഉണ്ട്. അതിലെല്ലാവരും മതിമറന്ന് സന്തോഷിക്കുകയാണ്, ഡെൻസിം ഉൾപ്പെടെ. അത് മാത്രമല്ല, അവൾക്ക് ബേക്കറി കിട്ടിയല്ലോ. അത് മാത്രല്ല, ഡാൻസിമിനാണെങ്കിൽ സിയോരയുടെ പഴയ ഫ്രണ്ടിന് വലിയ മൈൻഡ് ഒന്നും ഇല്ല. ഇനി അതാണോ അവളുടെ പ്രശ്നം എന്നറിയില്ല. എന്തായാലും ജിയോ ആയിട്ട് നല്ല കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും ലൈറ്റ് ആയിട്ട് കുറച്ച് ജലസ് ആയിട്ടിരിക്കുന്ന ടൈം തന്നെ സീഗ അങ്ങോട്ട് വരികയാണ്. അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ എല്ലാവർക്കും കുറെ ഗിഫ്റ്റ് വലിച്ചു വാരി കൊടുക്കും. അതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്.
അവനൊരു പ്രമോഷൻ ആവുകയും ചെയ്യും. അത് മാത്രല്ല, ഒരു സൈഡിൽ അവൻ അവന്റെ പ്രണയവും സംരക്ഷിക്കണം, അത് മാത്രല്ല കോർപ്പറേറ്റ് കമ്പനികളോട് ഏറ്റുമുട്ടി അവളുടെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. എന്നാ മിസ്റ്റർ ഡോയ് ആണെങ്കിലോ സീകയ്ക്ക് എതിരായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. അതൊരു കോൺട്രവേഴ്സി ആവും. കാരണം സെയിം ഫാമിലിയിൽ നിന്ന് തന്നെ രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോ അതൊരു വിഷയമാവാതിരിക്കില്ലല്ലോ. സോ സിഗയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. ആ സമയത്താണ് ഇവരുടെ ആ പ്രോജക്റ്റ് ഉണ്ടല്ലോ, റിസോർട്ട് പ്രോജക്റ്റ് നടക്കാനിരിക്കുന്ന ആ ഒരു പ്ലേസിന് നിയറസ്റ്റ് ആയിട്ട് ഒരു എയർപോർട്ട് വരാൻ പോവാന്നുള്ള റൂമേഴ്സ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയ ചർച്ചാ വിഷയമായി. മിസ്റ്റർ ഡോയുടെ ആളുകളെല്ലാം അതിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എയർപോർട്ട് വരുന്ന ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ റിസോർട്ടിന്റെ പണി നിർത്തിവെച്ചേ മതിയാവുള്ളൂ. കാരണം നോയിസ് ആയിരിക്കും. അത് മാത്രല്ല എയർപോർട്ടിന്റെ അടുത്തൊരു റിസോർട്ട് അതൊട്ടും മാച്ച് അല്ല, സ്യൂട്ടബിൾ അല്ല. അങ്ങനെ രണ്ട് സൈഡ് ഒപ്പീനിയൻ വരുമ്പോ മിസ്റ്റർ ഡോയ്ക്ക് അറിയേണ്ട ഒറ്റ കാര്യമാണ്, ഇത്രയും പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ലാത്ത ഈ ന്യൂസ് എവിടുന്ന് കിട്ടി, ഇത് എവിടുന്ന് ലീക്ക് ആയത്, ഒറിജിൻ എവിടുന്നാണ്? അതാണെങ്കിലോ ഒരു ലീക്ക്ഡ് ഇൻഫർമേഷൻ ആണ് മേയറുടെ ഓഫീസിൽ നിന്ന്. എയർപോർട്ടിന് അനുമതി നേടി ഏതൊരു വലിയ കമ്പനി മേയറുടെ ഓഫീസിൽ വന്നിരുന്നായിരുന്നു. മേയറാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ന്യൂസ് ഫേക്ക് ആണ്. മോച്ചാങ് ഗ്രൂപ്പിന്റെ ഏക അനന്തരാവകാശിയാണല്ലോ നമ്മുടെ ടേഹി. ടേഹിക്ക് ഒത്തിരി പിടിപാടുണ്ട് ബിസിനസ്സിലും. ടേഹി പിന്നെ സ്റ്റാർ ആണല്ലോ. ആ ഒരു ഇൻഫ്ലുവൻസ് യൂസ് ചെയ്താണ് മേയറിനെ വളച്ചത്. ഈ വരുന്ന നാഷണൽ അസംബ്ലി ഇലക്ഷന് മേയറുടെ ടീമിന് ഫുൾ സപ്പോർട്ട്. അത് മാത്രല്ല സ്പോൺസർഷിപ്പും ഉണ്ടാവും. പിന്നെ മേയർ ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ ടേഹി ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെയാണ് ഈ റിസോർട്ട് ഏരിയക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെ ഒരു എയർപോർട്ടിന്റെ റൂമേഴ്സ് സ്പ്രെഡ് ആക്കാൻ മേയറും കൂട്ടുനിന്നത്. അത് വരുമോന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ തീരുമാനമായി. കിട്ടിയതിപ്പോ നെക്സ്റ്റ് ഡേ സിയോരിക്ക് ചെറിയൊരു പിണക്കമുണ്ട്. കാരണം സീക്കൻ എപ്പോ വിളിച്ചാലും ബിസിയാണ്. ഇന്നും ബിസിയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോ ചെക്കനാണെങ്കിൽ വെറുതെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു. പിന്നെ രണ്ടുപേരും എപ്പോ വഴക്കൂടിയാലും ലാസ്റ്റ് അതൊരു റൊമാൻസിൽ അവസാനിക്കുള്ളൂ. ഇപ്പൊ തന്നെ ഒരു കിസ് കൊടുത്തേനെ. ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അപ്പോഴേക്കും വന്നു ആരാ, അവന്റെ രണ്ട് ആന്റിമാരും. എന്താ കാര്യം എന്ന് ചോദിച്ചാ അവർക്ക് ഇവന്റെ പാർട്ട്നേഴ്സ് ആവണം. ഇവർക്ക് മൂന്നുപേർക്കും കൂടെ ഒരുമിച്ച് പോവാം. കാരണം സെയിം ഫാമിലി ആണല്ലോ. ഇപ്പൊ നടന്നത് തന്നെ. അല്ലെങ്കിൽ തന്നെ ഈ രണ്ട് ആന്റിമാരും പരസ്പരം എങ്ങനെ പാര വെച്ച് തകർക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡൻസിം സമ്മതിക്കില്ലല്ലോ. അവൾ ഇത്ര നേരം മറഞ്ഞിരുന്ന് ഒളിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ധൈര്യപൂർവ്വം പുറത്തേക്ക് വരും. അവള് വരുന്നത് കാണുമ്പോഴേ ആന്റിമാർക്കൊരു ഷോക്കാണ്. ഈ വേസ്റ്റിന് എന്തിനാ വീട്ടിൽ കയറ്റിയെന്ന് ചോദിച്ചാൽ സിയോരി അവിടെയുള്ള ഒരു ചെടിയുടെ കമ്പ് പറിച്ചെടുക്കും. എന്നിട്ട് നൈസായിട്ട് മാർഷൽ ആർട്സ് സ്റ്റെപ്പൊക്കെ ആന്റിമാർക്ക് നേരെ വീശുവാണ്. അത് കാണുമ്പോഴേ രണ്ട് ആന്റിമാരും പേടിച്ചോടും. ഇവളാണെങ്കിൽ പിന്നാലെ. രക്ഷപ്പെട്ടില്ലെങ്കിൽ നല്ല തല്ല് കിട്ടുമെന്ന് അറിയാം. അത് അങ്ങനെ. പിന്നെ മിസ്റ്റർ ഡോയ്ക്ക് ഏടിയായിട്ടൊരു ഡൗട്ട് ഉണ്ട്. ഗ്രാൻഡ്പയുടെ നഷ്ടമായിട്ടുള്ള മെമ്മറി എന്താ ഇതുവരെ തിരികെ വരാത്ത? രണ്ടാഴ്ചയാണ് ഡോക്ടർ പറഞ്ഞ സമയം. ആ സമയം കഴിയാറായി. ആളിനെ അഭിനയിക്കുമായിരിക്കുവോ? അവന്റെ കൂടെ നിൽക്കുന്ന സ്പൈയും അത് തന്നെയാണ് പറയുന്നത്. ഈ ടൈം തന്നെയാണ് സീഗയും ഡെൻസും കൂടെ ഗ്രാൻഡ്പയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. കറക്റ്റ് ഡോയുടെ മുന്നിൽ ചെന്ന് പെട്ടു. അവൻ സമ്മതിക്കുവോ? ഗ്രാൻഡ്പേനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാ അത് സീഗയെ സമ്മതിക്കില്ലല്ലോ. കാരണം അവന്റെ സ്വന്തം മുത്തശ്ശൻ. ഈഗോ ചെറുതായിട്ട് ഹേർട്ടായി. പിന്നെ കാണാതെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അവനകത്തേക്ക് പോകുമ്പോ എവിടെയാണെങ്കിൽ സിയോരിയും മിസ്റ്റർ ഡോയുമായിട്ട് സംസാരിക്കുകയാണ്. അല്ല, നീ എന്തിനാ എന്നെ ഇത്രയ്ക്ക് വെറുക്കുന്നത്? ഞാൻ ഈ റിസോർട്ട്, എന്റെ ഈ ബിസിനസ് അതില് മാത്രമാണ് ഫോക്കസ്, അല്ലാതെ സീകേനെയോ നിന്നെയൊന്നും അല്ല. അതെ, നിന്റെ അതേ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ എനിക്ക് മുന്നേ തന്നെ പരിചയമുണ്ട്. മിസ്റ്റർ ഡോയുടെ പാസ്റ്റ് കാര്യമാണ് ഇവളി പറയുന്നതെന്ന് അറിയില്ല. എന്നിട്ട് അവൻ ആഗ്രഹിച്ചതൊക്കെ നടന്നു എന്ന് ചോദിച്ചാ പിന്നല്ലാതെ ചോരക്കറ പറഞ്ഞിട്ടാണെങ്കിലും കിരീടം കൈയടക്കി പ്രജകളെ അടിമയാക്കി. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും ചരിത്രം അവനൊരു ചതിയുടെ പേര് നൽകിയിട്ടില്ല. അവന്റെ ചതി പുറം ലോകം അറിഞ്ഞിട്ടും ഇല്ല. പക്ഷെ ഈ ജന്മത്തിൽ ഞാൻ അവനെ ജയിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. സിഗയാണെങ്കിൽ അത്ര നേരം ഗ്രാൻഡ്പയായിട്ട് സംസാരിക്കുകയായിരുന്നു. സിയോരി വന്നപ്പോ അവന് ഗ്രാൻഡ്പ ഗെറ്റ് ഔട്ട് അടിച്ചു. പൊക്കോ. പന്ന കളവൻ എന്തേലും എതിരായിട്ട് പറഞ്ഞ ബ്രേക്കപ്പ് ആവാനൊന്നും നിക്കണ്ട, ഇറങ്ങി പോരേന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ടാണ് അവൻ പോകുന്നത്. പക്ഷെ ഗ്രാൻഡ്പയുടെ ആഗ്രഹം എന്താ? സീഗയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത്, അവൻ ഒരിക്കലും വിഷമിക്കരുത്. അത് അവൾ ഉറപ്പ് കൊടുക്കാൻ ഇത്തവണ റെഡിയാണ്. അവന് എനിക്ക് അന്നേരം ഗ്രാൻഡ്പ, എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ട. ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ പോവാ. എന്നെ വിശ്വസിക്കാം, ഞാൻ അവനെ തനിച്ചാക്കി
സമ്മതിക്കില്ല. ഇവിടെയാണെങ്കിൽ മിസ്റ്റർ ഡോയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ കാറിൽ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ ഡോയ് ആണെങ്കിൽ അവൻ ഒഴിവാക്കുന്ന ടൈപ്പ് ഒരു സംസാരം. അല്ല, ഇത്രയും നാള് നീ എനിക്ക് വേണ്ടി റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കല്ലേ, നിനക്ക് കുറച്ച് റെസ്റ്റ് വേണം, നീ ഒരു 2 മാസത്തേക്ക് ലീവ് എടുത്തോ. പിന്നെ എന്റെ കുഞ്ഞ്, അവനെ ഇനി മുതല് പിക്ക് ചെയ്യാൻ വേണ്ടി നീ സ്കൂളിൽ പോവണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് അവനെ ഒഴിവാക്കി വിട്ടതാണ്. അവിടുത്തെ മെയ്ഡിനോട് മോൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ് സ്കൂളിൽ നിന്ന്. അപ്പൊ മെയ്ഡാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. വരേണ്ട സമയമായി. അത് മാത്രമല്ല വിളിക്കാൻ ആളെ അയച്ചിട്ട് ഇതുവരെ കുഞ്ഞ് വീട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞ ആർക്കായാലും ടെൻഷൻ ആവൂലോ. അവൻ വിചാരിച്ചതുപോലെ തന്നെ ഇന്നലെ ആരോടാണോ എന്റെ കുഞ്ഞിനെ വിളിക്കാൻ പോവണ്ടെന്ന് പറഞ്ഞ അതേ അസിസ്റ്റന്റ് ആള് സ്കൂളിൽ പോയി സീജിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആക്ച്വലി ഇവനാണെങ്കിൽ ഗ്രാൻഡ് പയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അതൊരു ഡൗട്ടായിട്ട് തോന്നിയോണ്ട് മാത്രമാണ് ഡോ ഇവനെ ഒഴിവാക്കിയതും. ആള് സുഖമായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല കിടന്നുറങ്ങുന്നു. സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഗ്രാൻഡ് പയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടി. ആ നഷ്ടമായിട്ടുള്ള മെമ്മറീസ്. അതിൽ മിസ്റ്റർ ഡോയുടെ യഥാർത്ഥ മുഖമുണ്ട്. നിന്നെ പോലെ ഒരു ചതിയനെ തിരിച്ചറിയാതെ പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്. പക്ഷെ ഇനി അതുണ്ടാവില്ല, എനിക്കിപ്പോ അറിയാം. നിനക്ക് പേരൻസിന്റെ സ്നേഹം കിട്ടാതെ വളർന്നു, നിന്റെ കുഞ്ഞിനെ അതുപോലെയാണോ നീ വളർത്തുന്നത് എന്ന് അവനെന്താ റിപ്ലൈ കൊടുത്തതെന്ന് അറിയോ? നിങ്ങളുടെ ഫാമിലി, നിങ്ങള് എല്ലാവരും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നോട് ചെയ്ത എല്ലാ തെറ്റിനും കണക്ക് പറയേണ്ട ഒരു നിമിഷം വരും, നോക്കിക്കോ. ഇവിടെ ഡൻസിമാണെങ്കിൽ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈം അവിടെ ഒരു വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സിക്ക് സർപ്രൈസ് ആയിട്ട് അവളുടെ മുന്നിലേക്ക് വരും. നീ എന്റെ കൂടെ സ്റ്റാർസ് കാണാൻ വരുന്നുണ്ടോ? നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാട്, നല്ല നല്ല മൗണ്ടൻസ്, അവിടെ തണുപ്പ്, അവര് രണ്ടുപേരും മാത്രം. ഇതൊക്കെയായിരുന്നു സീകയുടെ മൈൻഡില്. പക്ഷെ ഡാൻസിമല്ലേ ആള്, എന്തിനാ അത്രയും ദൂരം പോയി നമ്മൾ കഷ്ടപ്പെടുന്നത്? എന്റെ ടെറസ് ഉണ്ട്, അങ്ങോട്ട് വന്നാ മതി. അങ്ങനെ രണ്ടുപേരും ടെറസിലാണ്. പിന്നെ ക്യാമ്പ് ഫയർ പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. അവളിപ്പോ മനസ്സ് തുറക്കുകയാണ്. ആദ്യം മുതലേ സീകനെ കാണുമ്പോഴൊക്കെ ഹാർട്ടിലൊരു ബീറ്റ് ഉണ്ടായിരുന്നു. ടപ്പ് ടപ്പ് ടപ്പേന്നിങ്ങനെ അടിക്കും. പിന്നീട് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീലിങ്സ് ആയിട്ട് മാറി. അതിന്റെ പേരാണോ പ്രണയം എന്നൊക്കെ ചോദിച്ചതേ ഉള്ളൂ. ചെക്കൻ ഫുൾ ഫ്ലാറ്റ്. നീ എന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ കൊള്ളയടിക്കുവാണോ? അപ്പോഴും ഡാൻസിമാണ് ഇനീഷ്യേറ്റീവ്. ഇവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ കൊടുത്തൊരു കിസ്. എന്താ ഇതെന്ന് ചോദിച്ചു വരുന്നതിന് മുന്നേ അതേ അടുത്തൊരു കിസ്സും കൂടെ. അങ്ങനെ എത്ര കിസ്സ കൊടുത്തേന്ന് അറിയില്ല, തുരുതുരാ കിസ്. പിന്നെ അറിയാലോ, ആ ഒരു നിമിഷത്തിൽ അവരുടെ ലവ് മൊമെന്റ് സ്റ്റാർട്ട് ആയേനെ. അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ഇതേ ഹൗസ് ഓണർ ഇവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ്. സോ രണ്ടുപേരും കൂടെ നേരെ റൂമിലേക്ക് പോവും. കിട്ടിയത് നെക്സ്റ്റ് ഡേ. ഗ്രാൻഡ്മയുടെ ഓർമ്മകളൊക്കെ പോയി. ആളിപ്പോ സ്വപ്നം പോലെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്ന അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അധികം വൈകാതെ തന്നെ ഐസിയുലേക്ക് മാറ്റേണ്ട വന്നു. കണ്ടീഷൻ കുറച്ച് മോശമാണ്, ബ്രീത്ത് എല്ലാം തന്നെ കുറവാണ്. ദിവസങ്ങൾ കഴിയും തോറും ഡോക്ടർ ആരാ, നഴ്സ് ആരാ, ഡൻസിമാരാ, അതെല്ലാം തന്നെ മറന്നുപോയി. ബോധം പോലും ഇല്ലാതെ ഐസിയുലായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ കണ്ണു തുറക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒരു ബസ്, ഞാൻ പോവാണ്, അങ്ങനെ ചില വാക്കുകൾ മാത്രം. അതെ, ആളുടെ ആയുസ് തീരാറായിന്ന് തോന്നുന്നു. ആൾക്ക് പോവാനുള്ള സമയമായി. ഡൻസിമും ഗ്രാൻഡ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ബസ് ഓടിക്കണമെന്ന്. അതില് അവർക്കൊരു യാത്ര പോകണമെന്ന്. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണണം, സന്തോഷായിട്ടിരിക്കണം. അങ്ങനെ ഈ ലോകത്തിന്റെ അറ്റം വരെ പോകണം. അവിടെ എത്തിച്ചേർന്ന പിന്നെ സങ്കടങ്ങളില്ല, കഷ്ടപ്പാടില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓർമ്മകളൊക്കെ നഷ്ടമായെങ്കിലും ആളുടെ മനസ്സിലുള്ള ആ ഒരു ഹാപ്പി മൊമെന്റ് സ്വപ്നം പോലെ കണ്ടാണ് ആൾ ഈ ലോകത്തോട് വിട പറയുന്നത്. അതെ, ഗ്രാൻഡ്മ മരിച്ചു. സീകയ്ക്ക് നല്ല വിഷമാണ്. അവനൊരു ഫാമിലി മെമ്പറിനെ കിട്ടി സന്തോഷമായിരുന്നു. പക്ഷെ അതും പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണിക്കുകയാണ്. ഫ്രഞ്ച് വരച്ച ഡാൻസിമിന്റെ പാതി ഫേസുള്ള ആ ഡ്രോയിങ് ഉണ്ടല്ലോ, അത് അവരുടെ പ്രണയത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിലൊരു ഹിഡൻ മെസ്സേജും ഉണ്ട്. രണ്ടുപേരും ഒന്നിക്കാതെ പോയൊരു പ്രണയം. അങ്ങനെ ചരിത്രപരമായ ഗ്രന്ഥങ്ങളും അങ്ങനത്തെ റിസർച്ച് എല്ലാം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് 300 വർഷം മുമ്പത്തെ ഡൻസിമിന്റെ ഒരു ഡ്രോയിങ് കണ്ടെടുക്കുവാണ്. ആ തീസിസ് പ്രിപ്പയർ ചെയ്യുന്ന പെൺകുട്ടി അവർക്ക് എന്തൊക്കെയോ ഒരു ഹിന്റ് കിട്ടിയതുപോലെ, പഴയ കാലത്തെ ചതിയുടെയോ അല്ലെങ്കിൽ ഇവരുടെ പ്രണയം എങ്ങനെ തകർന്നെന്നുള്ള ആ ഒരു സ്റ്റോറിയുടെ ഹിന്റ്. ഇത്രയും നാൾ ആകാശത്തുണ്ടായിരുന്ന ആ കോമറ്റ് അത് ഇന്ന് രാത്രി കൂടെ അവസാനിക്കുകയാണ്. അതിന്റെ എന്തൊക്കെയോ പവേഴ്സ് ആ ഷമാലിന് പ്രകടമാവുന്നുണ്ട്. പണ്ടത്തെ ആ 300 വർഷം മുമ്പുള്ള അമാനുഷിക ശക്തിയുള്ള ആ ഒരു മന്ത്രവാദി, അതേ സ്പിരിച്വൽ പവർ ഈ ഷമാന്റെ ബോഡിയിൽ പ്രൊസസ് ആവുന്നത് പോലെ, അതല്ലെങ്കിൽ ആളുടെ പൂർവ്വകാല കഴിവുകളെല്ലാം ആൾക്ക് തിരിച്ചു കിട്ടുന്നത് പോലെ. ആ ഉണർവുകളെല്ലാം കിട്ടി ഇപ്പൊ കണ്ണ് തുറക്കുന്നത് 300 വർഷം മുമ്പ് ഇതുപോലത്തെ ടൈം ട്രാവലും സോൾ സ്വാപ്പിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അത്രയ്ക്ക് കഴിവുള്ള ആ ഒരു ഷമാനായിട്ട്. സിഗിയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അവന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ. അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അവൻ അവിടെയാണ്. ഗ്രാൻഡ് പി ആണെങ്കിൽ കുറെ നേരമായിട്ട് എന്തോ ഒരു സീരിയസ് കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്നു.
വിളിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നടന്നു പോവായിരുന്നു. അവൻ ആരോ ഫോളോ ചെയ്യുവാണ്. ഫോളോ ചെയ്തത് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത ടൈം നോക്കി അവനെ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. വളരെ ആഴത്തിലുള്ള മുറിവാണ്. പിന്നെയാണ് മനസ്സിലായത് ബ്ലഡ് ഒക്കെ കുറെ പോയി. അവനിപ്പോ കാഴ്ച പോലും കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് മങ്ങിയതുപോലെ. ആരും സഹായത്തിനില്ല. ഇപ്പൊ ആകാശത്ത് അവൻ കാണുന്നത് ഒരേ ഒരു കാഴ്ച മാത്രം, ആ ഒരു കോമറ്റ്. എന്താണ് അവൻ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ അവൻ മയങ്ങി വീണു. കെട്ടിയത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അനക്കമില്ലാത്ത അവസ്ഥയിലാണ് സീകെ. മാത്രല്ല പുറത്ത് ഡൻസിമാണെങ്കിൽ അവന്റെ പേര് വിളിച്ച് അലറിയാണ് കരയുന്നത്. ഈ ഒരു ജന്മത്തിലെ പ്രണയത്തിൽ അവർക്ക് ഒന്നിക്കാൻ വിധിയില്ലെന്ന് തോന്നുന്നു. കാരണം അവന്റെ ബ്രീത്തിങ് നിലച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവള് ഭയങ്കരമായിട്ട് കരഞ്ഞിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ആ ഒരു ഷമാൻ ലേഡി വരുന്നത്. നിനക്ക് നിന്റെ പ്രണയത്തെ സംരക്ഷിക്കണോ, നിനക്ക് അവനെ രക്ഷിക്കണോ? ഈ ഒരു ടൈം പീരീഡിൽ സീകെ മരിക്കുന്നതിന് മുന്നേ ജോസൺ ടൈംസിലും ഇതേ സംഭവം നടക്കുന്നുണ്ട്. നിനക്ക് അവിടെയുള്ള ആ ഒരു പ്രിൻസിനെ രക്ഷിക്കാൻ കഴിഞ്ഞ ഈ ഒരു വിധിയിൽ നിന്ന് രക്ഷ നേടാവുന്നതേ ഉള്ളൂ. അതിന് നീ ഒരു ചെറിയ വില കൊടുക്കേണ്ടി വരും. അവൾ അത്രയും പ്രതീക്ഷയോടെ ആ ഷമാനെ നോക്കുമ്പോൾ ഷമാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഈ വേൾഡിലേക്ക് തിരിച്ചു വരാനാവില്ല. നീ പോണം, പാസ്റ്റിലേക്ക് പോണം. ഡൻസിം അത് കേൾക്കുമ്പോ ഭയങ്കര ഷോക്കായി പോയി. അവളുടെ പ്രണയം, ആ പങ്കിട്ട നിമിഷങ്ങള്, അതിനെല്ലാം പുറമെ ഈ വേൾഡിലുള്ള സീകയെ അവൻ എത്രമാത്രം അവളെ സ്നേഹിച്ചു. ഈ വേൾഡിലേക്ക് അവൾ തിരിച്ചു വന്നില്ലെങ്കിൽ അവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? എല്ലാം കൂടെ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ അവൾ എന്ത് തീരുമാനം എടുക്കുന്നൊന്നും അറിയില്ല. എല്ലാ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. ഇനി അവൾ എടുക്കാൻ പോകുന്ന തീരുമാനമായിരിക്കും ഈ സ്റ്റോറിയുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.